നമസ്കാരം. പ്രധാന വാർത്തകൾ. റിസർവ് ബാങ്കിന് ബോംബ് ഭീഷണി. മുംബൈയിലെ ബാങ്കിന്റെ ആസ്ഥാനം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുമെന്നാണ് RBIക്ക് ലഭിച്ച ഇമെയിൽ. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. റഷ്യൻ ഭാഷയിൽ എഴുതിയ സന്ദേശത്തിൽ നിങ്ങൾ താമസിയാതെ പൊട്ടിത്തെറിക്കുമെന്ന് എഴുതിയിരുന്നു. ഭീഷണി സന്ദേശം ലഭിച്ചപ്പോൾ തന്നെ മുംബൈ പോലീസ് കേസ് ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇമെയിൽ അയക്കാൻ VPN ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇമെയിൽ വിലാസം അയച്ചയാളുടെ IP വിലാസം കണ്ടെത്താൻ കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. ITI സംഘർഷം, SFI പ്രവർത്തകൻ അറസ്റ്റിൽ. കണ്ണൂർ തോട്ടട ITI സംഘർഷത്തിൽ SFI പ്രവർത്തകൻ അറസ്റ്റിൽ. പോളിടെക്നിക് വിദ്യാർത്ഥിയായ പാനൂർ സ്വദേശി അമൽ ബാബു ആണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ദൃശ്യങ്ങളിൽ യൂണിറ്റ് പ്രസിഡന്റ് റിബിനെ ആദ്യം അടിച്ചത് അമൽ ബാബു ആണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാൾക്കെതിരെ 308, 326 വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. സംഭവത്തിൽ KSU SFI പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കളർകോട് അപകടം, വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ സമയ നിയന്ത്രണം. ആലപ്പുഴയിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായ അപകടത്തിന് പിന്നാലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ സമയ നിയന്ത്രണം. 1ാം വർഷ വിദ്യാർത്ഥികൾ രാത്രി 7:30 മുമ്പ് ഹോസ്റ്റലിൽ കയറണം. താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്താനാണ് മെഡിക്കൽ കോളേജ് PTA യോഗത്തിൽ ധാരണയായത്. ഹോസ്റ്റലിൽ സമയക്രമീകരണം വേണമെന്ന് PTA യോഗത്തിൽ മാതാപിതാക്കളാണ് ആവശ്യപ്പെട്ടത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രമായി സമയം പുനർക്രമീകരിക്കാൻ സാധിക്കില്ലെന്നും ഇക്കാര്യം ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി അറിയിച്ചു. മെഡിക്കൽ കോളേജിന് ചുറ്റുമതിൽ നിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് നൽകിയെന്നും പ്രിൻസിപ്പൽ PTA യോഗത്തിൽ അറിയിച്ചു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ്, പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. പ്രതിയുടെ മനോനിലയ്ക്ക് പ്രശ്നമില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. സംഭവത്തിൽ 100-ലധികം ദൃക്സാക്ഷികളുണ്ടെന്ന് വന്ദനയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അറിയാമോ എന്നാണ് സുപ്രീം കോടതി പ്രതിഭാഗത്തോട് ചോദിച്ചത്. കഴിഞ്ഞ വർഷം മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ വൈദ്യപരിശോധനയ്ക്കായി എത്തിയ പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. പനയമ്പാടം അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ മൃതദേഹം കബറടക്കി. പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ മൃതദേഹം കബറടക്കി. ആ 4 കൂട്ടുകാരും അടുത്തടുത്ത കബറുകളിൽ നിത്യനിദ്ര പോകി. തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം 10:30-യോടെയാണ് തുപ്പനാട് മസ്ജിദിൽ 4 വിദ്യാർത്ഥിനികളുടെ മൃതദേഹം എത്തിച്ചത്. മയ്യത്ത് നമസ്കാരത്തിന് ശേഷം അടുത്തടുത്തായി തയ്യാറാക്കിയ കബറിൽ 4 പേരെയും സംസ്കരിച്ചു. കുട്ടികളുടെ മൃതദേഹം വീടുകളിലും കരിമ്പനയ്ക്കൽ ഹാളിലും പൊതുദർശനത്തിൽ വെച്ചപ്പോൾ വീട്ടുകാരും ബന്ധുക്കളും സഹപാഠികളും പൊട്ടിക്കരഞ്ഞ ദൃശ്യങ്ങൾ നാട്ടുകാരുടെ ആകെ ഉള്ളുലച്ചു. മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി, MLA-മാരായ K ശാന്തകുമാരി, രാഹുൽ മാങ്കൂട്ടത്തിൽ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു.